ആന്ധ്രാപ്രദേശിലെ കുറഞ്ഞുവരുന്ന ജനനനിരക്ക് പരിഹരിക്കുന്നതിനായി ദമ്പതികൾക്ക് ആകർഷകമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു. രണ്ടോ അതിലധികമോ കുട്ടികൾക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കൾക്ക് 25,000 രൂപ പ്രോത്സാഹന സമ്മാനമായി നൽകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. നിലവിൽ 1.5 താഴ്ന്ന സംസ്ഥാനത്തെ മൊത്തം പ്രജനന നിരക്ക് അഥവാ TFR 2.1 ഉയർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യുവാക്കളുടെ എണ്ണം കുറയുന്നതും പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതും ഭാവിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജനന നിരക്ക് കുറഞ്ഞത് ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ വളർച്ചയെ എങ്ങനെയെല്ലാം ബാധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഈ പുതിയ നയം അവതരിപ്പിച്ചത്. സംസ്ഥാനത്തെ ജനസംഖ്യാ കണക്കുകൾ ആശങ്കാജനകമാണെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. 1993 3.0 ആയിരുന്ന ആന്ധ്രയിലെ പ്രജനന നിരക്ക് ഇപ്പോൾ പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ പോക്ക് തുടർന്നാൽ ഭാവിയിൽ തൊഴിലെടുക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ അഭാവം സംസ്ഥാനത്തിന്റെ വികസനത്തെ മന്ദഗതിയിലാക്കും. കണക്കുകൾ പ്രകാരം 2047 ആകെ ജനസംഖ്യയുടെ 23% പ്രായമായവരായിരിക്കും. 2023 പ്രതിവർഷം 6.7 ലക്ഷം ജനനങ്ങൾ മാത്രമാണ് ആന്ധ്രയിൽ രേഖപ്പെടുത്തിയത്. ഈ വെല്ലുവിളി അതിജീവിക്കാൻ കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 2-ലധികം കുട്ടികൾ ഉള്ളവർക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്.